ത്രെഡ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് വെയ്റ്റ് സബ് പ്രോസസ്സാണ്. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് പ്രോസസ്സിംഗ് ആണ്. ഇനി ലൈറ്റ് വെയ്റ്റ് മീൻസ് ഹെവി ടാസ്ക് ചെയ്യാത്ത. സബ് പ്രോസസ് മീൻസ് എ പാർട്ട് ഓഫ് എ പ്രോസസ്. അതിന് സെപ്പറേറ്റ് പാത്ത് ഓഫ് എക്സിക്യൂഷൻ ഉണ്ട്. ത്രെഡ്സ് തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആണ്, കഴിയുന്നതും. എന്ന് വെച്ചാൽ ഒരു ത്രെഡ് എന്തെങ്കിലും എക്സെപ്ഷൻ കാരണം നിൽക്കുകയാണെങ്കിൽ മറ്റേ ത്രെഡിനെ കാര്യമായി എഫക്റ്റ് ചെയ്യൂല. എല്ലാ ത്രെഡും ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെ എല്ലാ ത്രെഡും കോമൺ ഏരിയയാണ് ഷെയർ ചെയ്യുന്നത്. ആരുടെ? പ്രോസസ്സിൻ്റെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ പ്രോസസ് 1 ഉണ്ട്, പ്രോസസ് 2 ഉണ്ട്, പ്രോസസ് 3 ഉണ്ട്. പ്രോസസ് 1-ൽ എന്തുണ്ട്? 3 ത്രെഡ് ഉണ്ട്. T1, T2, T3 ഓഫ് പ്രോസസ് 1. ഈ ഗ്രീൻ കളറിൽ കാണുന്നതിൽ ആണ് മെമ്മറി. ഈ സർക്കിൾ, ബിഗർ സർക്കിൾ എന്ന് പറയുന്നത് OS ആണ്. OSൻ്റെ അകത്ത് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് 3 ത്രെഡ് ഉണ്ട്. മീൻസ് മെയിൻ പ്രോസസ്സിൻ്റെ സബ് പ്രോസസ്സാണ് ഈ ത്രെഡ് എന്ന് പറയുന്നത്. അത് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് ചെറിയ സർക്കിൾ. അപ്പോൾ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണെന്നേ ഉള്ളൂ. ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ദേ ഷെയർ ദ സെയിം മെമ്മറി ഓഫ് പ്രോസസ് 1. സിമിലർലി പ്രോസസ് 2 എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട്, T1-ഉം T2, വിച്ച് ഹാപ്പൻസ് വിത്തിൻ പ്രോസസ് 2. ആൻഡ് പ്രോസസ് 3 എന്ന് പറയുന്നത് ഒറ്റ ത്രെഡ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ മിനിമം ഒരു ത്രെഡെങ്കിലും വേണം ഒരു പ്രോസസ്സിൻ്റെ അകത്ത് വരേണ്ടത്. As shown in the figure, a thread is executed inside the process. There is content switching between thread തമ്മിൽ content switch ചെയ്യുന്നുണ്ട്. There can be multiple processes inside the OS. One process can have multiple thread. At a time, a thread is executed only. ഒറ്റ സമയത്ത് ഒരു ത്രെഡേ എക്സിക്യൂട്ട് ആവുള്ളൂ. In fact, all main programs in our early examples can be called single threaded programs. നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ പ്രോഗ്രാമും സിംഗിൾ ത്രെഡഡ് പ്രോഗ്രാംസ് എന്ന് പറയാം. എവറി പ്രോഗ്രാം വിൽ ഹാവ് അറ്റ്ലീസ്റ്റ് 1 ത്രെഡ്. ഒരു ത്രെഡ് മിനിമം കാണും. അതെന്ത് പറഞ്ഞു? മെയിൻ മെത്തേഡ് എന്ന് പറഞ്ഞു. അടുത്തത് മൾട്ടി ടാസ്കിങ്. മൾട്ടി ടാസ്കിങ് ഈസ് എ പ്രോസസ് ഓഫ് എക്സിക്യൂട്ടിംഗ് മൾട്ടിപ്പിൾ ടാസ്ക് സൈമിൾട്ടേനിയസ്ലി. ഒന്നിക്കുള്ള ടാസ്ക് ഒരേ സമയത്ത് ചെയ്യുകയാണെങ്കിൽ അതേ മൾട്ടി ടാസ്കിങ് എന്ന് പറയും. എന്തിനാണ് ചെയ്യുന്നത്? ടു എഫക്റ്റീവ്ലി യൂസ് ദ CPU. ഇനി മൾട്ടി ടാസ്കിങ് 2 തരമുണ്ട്. അതിൽ 2 രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഒന്ന് മൾട്ടിപ്പിൾ പ്രോസസ്സ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ മൾട്ടി ത്രെഡ് യൂസ് ചെയ്ത്. മൾട്ടിപ്പിൾ പ്രോസസ്സ് യൂസ് ചെയ്ത് മൾട്ടി ടാസ്കിങ് ചെയ്യുകയാണെങ്കിൽ മൾട്ടി പ്രോസസ്സിങ്ങും, മൾട്ടി ത്രെഡ് യൂസ് ചെയ്ത് മൾട്ടി ടാസ്കിങ് ചെയ്യുകയാണെങ്കിൽ മൾട്ടി ത്രെഡിങ്ങും. ഈ പ്രോസസ് ബേസ്ഡ് ഓൺ മൾട്ടി ടാസ്കിങ്. Process based on multitasking is a feature that allows your computer to run 2 or more programs concurrently. എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് റൺ ചെയ്യാനുള്ള കപ്പാസിറ്റി കൺകറൻ്റ്ലി നടക്കുകയാണെങ്കിൽ അതെന്ത് പറയും? മൾട്ടി പ്രോസസ്സിങ്. ഫോർ എക്സാമ്പിൾ, വി ക്യാൻ ലിസൺ ടു മ്യൂസിക് ആൻഡ് ബ്രൗസ് ഇൻ്റർനെറ്റ് അറ്റ് ദ സെയിം ടൈം. നമുക്ക് മ്യൂസിക് കേൾക്കാനും പറ്റും, അതേ സമയത്ത് നെറ്റ് ബ്രൗസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തുണ്ട്? നമുക്ക് OSൻ്റെ അകത്തുണ്ട്. ഈച്ച് പ്രോഗ്രാം ഹാസ് ആൻഡ് മെമ്മറി ആസ് ആൻ അഡ്രസ് ഇൻ മെമ്മറി. എല്ലാ പ്രോഗ്രാമിനും ഒരു സെപ്പറേറ്റ് അഡ്രസ് ഉണ്ട്, നേരത്തെ കണ്ട ഫിഗർ പോലെ. ഇൻ അതർ വേർഡ്സ്, ഈച്ച് പ്രോസസ് അലോക്കേറ്റ്സ് എ സെപ്പറേറ്റ് മെമ്മറി ഏരിയ. എ പ്രോസസ് ഈസ് ഹെവി വെയ്റ്റ്. ഒരു വലിയ ടാസ്ക് ചെയ്യാനുള്ളതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പ്രോസസ് ഈസ് ഹൈ. 2 ഡിഫറെൻറ്റ് പ്രോസസ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. അഥവാ ചെയ്യണമെങ്കിൽ അതിന് കറക്റ്റായിട്ട് പ്രോട്ടോകോൾ വെച്ച് നമുക്ക് ഒരു ഇൻ്റർ കണക്ഷൻ ചെയ്യേണ്ടി വരും. സ്വിച്ചിങ് ബിറ്റ്വീൻ വൺ പ്രോസസ് ടു അനദർ റിക്വയർസ് സം ടൈം ഫോർ സേവിങ് ആൻഡ് ലോഡിംഗ് രജിസ്റ്റേഴ്സ്, മെമ്മറി മാപ്സ്, അപ്ഡേറ്റിംഗ് ലിസ്റ്റ്. എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം നിന്നും വേറൊരു പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോസസ്സിലോട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ
നമുക്ക് റാമിൽ നിന്ന് കുറച്ച് സാധനം മാറ്റിയെടുക്കുകയും ചെയ്യണം. അതെന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കും, അത്രേ ഉള്ളൂ. അടുത്തത് ത്രെഡ് ബേസ്ഡ് മൾട്ടി ടാസ്കിങ്. ത്രെഡ് ബേസ്ഡ് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് ഇറ്റ് അലോസ് എ സിംഗിൾ പ്രോഗ്രാം ടു പെർഫോം 2 or more ത്രെഡ്സ് സൈമിൾട്ടേനിയസ്ലി. മറ്റത് ഒന്നിക്കുള്ള പ്രോഗ്രാംസ് ആയിരുന്നു. ഇവിടെ ഒറ്റ പ്രോഗ്രാമിൻ്റെ അകത്ത് ഒന്നിക്കുള്ള ത്രെഡ് ചെയ്യുന്നു. അതാണ് മൾട്ടി ത്രെഡിങ്. ഒന്നിക്കുള്ള ത്രെഡ് ഇൻ എ സിംഗിൾ പ്രോഗ്രാം മീൻസ് മൾട്ടി ത്രെഡിങ്. എക്സാമ്പിൾ, യൂസിങ് എ വെബ് ബ്രൗസർ വി ക്യാൻ നാവിഗേറ്റ് ത്രൂ വെബ് പേജ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഡൗൺലോഡ് എ ഫയൽ. ഇപ്പോൾ വെബ് ബ്രൗസറിൽ നമുക്ക് വെബ് പേജ് കാണുകയും ചെയ്യാം, അതേസമയത്ത് ഒരു ഫയൽ അല്ലെങ്കിൽ സിനിമ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. In this example, navigation is one thread and downloading is another thread. ഇപ്പോൾ നാവിഗേഷൻ എന്ന് പറയുന്ന ഒരു ത്രെഡും ഡൗൺലോഡ് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് അതൊരു വേറൊരു ത്രെഡാണ്. വിത്തിൻ എ പ്രോസസ് ത്രെഡ് ഷെയർ ദ സെയിം അഡ്രസ് സ്പേസ്. ഒരു പ്രോസസ്സിൻ്റെ അകത്ത് സെയിം അഡ്രസ് സ്പേസ് ആണ് ഷെയർ ചെയ്യുന്നത്. എ ത്രെഡ് ഈസ് എ ലൈറ്റ് വെയിറ്റ്, നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ത്രെഡ് ഈസ് വെരി ലോ എന്ന് വെച്ച് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് വളരെ ഈസി ആയി. കാര്യം ഒരു പ്രോഗ്രാമിൻ്റെ അകത്തുള്ളൂ സബ് പ്രോഗ്രാമാണ് ത്രെഡ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ത്രെഡ് എന്തായിരിക്കും, വളരെ ഈസി ആയിരിക്കും. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ മൾട്ടി ടാസ്കിങ് ആൻഡ് മൾട്ടി ത്രെഡിങ്. ഇനി മൾട്ടി ത്രെഡിങ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു 2 or more സബ് പ്രോസസ് ഓർ ത്രെഡ്സ് ആർ എക്സിക്യൂട്ടഡ് അറ്റ് ദ സെയിം ടൈം ഇൻ പാരലൽ. അതേ സമയത്ത് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ടാസ്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ആർ പെർഫോംഡ് സൈമിൾട്ടേനിയസ്ലി. മറ്റെന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റാണ്. മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോൺസെപ്റ്റാണ്. ഇനി മൾട്ടി ത്രെഡിങ്ങിൽ ഇറ്റ് സപ്പോർട്ട് എക്സിക്യൂഷൻ ഓഫ് മൾട്ടിപ്പിൾ പാർട്സ് ഓഫ് എ സിംഗിൾ പ്രോഗ്രാംസ്. അതാണ് സബ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ത്രെഡ് എന്ന് പറഞ്ഞത്. മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് it supports execution of multiple programs simultaneously. Multiple programs ആണ് ഇവിടെയാണ്, multiple parts of a single program ആണ്. ഇനി process has to switch between different parts or threads of a program. എന്ന് വെച്ചാൽ ആവശ്യമുള്ള സാധനം ഏത് ത്രെഡാണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും. മൾട്ടി ടാസ്കിങ്ങിൽ ദ പ്രോസസർ ഹാസ് ടു സ്വിച്ച് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ഓഫ് പ്രോസസ്. അവിടെ ഒരു പ്രോസസ്സിൻ്റെ അകത്തുള്ള ത്രെഡ് മാത്രം സ്വിച്ച് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ എന്താണ്, പ്രോസസ്സിൻ്റെ അകത്തുള്ള കുറേ പ്രോഗ്രാംസ് മൊത്തമായിട്ട് സ്വിച്ച് ചെയ്യേണ്ടി വരും. ഈ മൾട്ടി ത്രെഡിങ് ഇസ് ഹൈലി എഫിഷ്യൻറ്റ്. കാര്യം വിത്തിൻ എ പ്രോഗ്രാമിൻ്റെ അകത്ത് നടക്കുകയായതുകൊണ്ട് അത് ഹൈലി എഫിഷ്യൻ്റ് ആയിരിക്കും. മറ്റത് ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ആയതുകൊണ്ട് ലെസ് എഫിഷ്യൻ്റ് ആയിരിക്കും. ത്രെഡ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് യൂണിറ്റിനാണ് ഇൻ മൾട്ടി ത്രെഡിങ്. മറ്റത് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോസസ് എന്ന് പറയുന്നതാണ് സ്മോളസ്റ്റ് യൂണിറ്റ് ഇൻ മൾട്ടി ടാസ്കിങ്. ഇറ്റ് ഹെൽപ്സ് ഇൻ മൾട്ടി ത്രെഡിങ് എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് എഫിഷ്യൻറ്റ് പ്രോഗ്രാം. ഒരു എഫക്റ്റീവ് എഫിഷ്യൻറ്റ് പ്രോഗ്രാം ഉണ്ടാക്കണമെങ്കിൽ മൾട്ടി ത്രെഡിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് ഒരു എഫക്റ്റീവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇനി മൾട്ടി ത്രെഡിങ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ് ഇൻ കേസ് ഓഫ് കണ്ടന്റ് സ്വിച്ചിങ്. എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ സുഖമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ എവിടെയാണ് ബെസ്റ്റ്, വിത്തിൻ എ പ്രോഗ്രാം. അപ്പോൾ എന്തായിരിക്കും, മൾട്ടി ത്രെഡിങ്ങിൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. വേറാസ് ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ഇൻ കേസ് ഓഫ് കണ്ടന്റ് സ്വിച്ചിങ് ഇൻ മൾട്ടി ടാസ്കിങ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ജാവ മൾട്ടി ത്രെഡിങ്. ഇറ്റ് ഡസ് നോട്ട് ബ്ലോക്ക് ദ യൂസർ because threads are independent and you can perform multiple operations at the same time. Threads independent ആണ്. ഇപ്പോൾ തമ്മിലൊരു ഇൻഡിപെൻഡൻസി ഇല്ല, മീൻസ് ഒരെണ്ണം ഫെയിൽ ആയാൽ മറ്റേനെ എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് യൂസറിനെ ബ്ലോക്ക് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഡൗൺലോഡ് സ്റ്റോപ്പ് ആയാൽ ക്രോമേ സ്റ്റോപ്പ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ വെബ് ബ്രൗസർ സ്റ്റോപ്പ് ആവണമെന്ന് നിർബന്ധമില്ല. അതാ പറയുന്നത്. യു ക്യാൻ പെർഫോം മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ടുഗദർ, സോ ഇറ്റ് സേവ്സ് ടൈം. ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വെബ് ബ്രൗസർ ചെയ്യാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇതെല്ലാം മൾട്ടിപ്പിൾ സെയിം ഓപ്പറേഷൻസ് ഒന്നിച്ച് നടക്കുന്നത്. പക്ഷേ ഓരോ സമയത്താണ് ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇറ്റ് സേവ്സ് ടൈം. നൗ ത്രെഡ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. ത്രെഡ്സ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു ത്രെഡ് ഫെയിൽ ആയാലും മറ്റേ ത്രെഡിനെ കാര്യമായി എഫക്റ്റ് ചെയ്യില്ല.